നാളെ ധനു 1 പുതിയ മാസം ആരംഭിക്കുകയാണ്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു മാസമായി തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ മഹാവിഷ്ണു ഭഗവാനെ ഈ മാസം ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നാളെ ചില തെറ്റുകൾ ചെയ്യുന്നത് ഈ മാസം നിങ്ങൾക്ക് അനുകൂലമല്ലാതായി തീരുന്നതിനോ പലവിധ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനോ കാരണമായി തീരാം. അതിനാൽ നാളെ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളെക്കുറിച്ചും നാളെ ജപിക്കേണ്ടതായ മന്ത്രങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ വസ്തുവായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കയ്പേറിയ വസ്തുക്കളാകുന്നു. കയ്പേറിയ വസ്തുക്കൾ 1-ാം തീയതി കൊണ്ടുവരുന്നത് അത്ര ശുഭകരമല്ല. ദുഃഖ ദുരിതങ്ങൾക്കും അപമാനങ്ങൾക്കും സാധ്യത വർദ്ധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ നാളെ കൊണ്ടുവരാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് കടമാണ്. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് എന്നാണ് പറയുക. പുതിയ മാസം ആരംഭം തന്നെ ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആ മാസം ശുഭകരമല്ലാതായി തീരുന്നതിനും ആ മാസം മുഴുവൻ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിനും സാധ്യത വർദ്ധിക്കും. അതിനാൽ ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം. അതിനാൽ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകുക. അത്ര അനിവാര്യമാണ് എങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ അപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. അനാവശ്യമായ ചിലവുകൾ ഇന്നേ ദിവസം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ മാസം മുഴുവൻ പലവിധ ചെലവുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഈ മാസം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരാം. അതിനാൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ ഈ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകുക. പഴയ വസ്തുക്കൾ വീടുകളിലേക്ക് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരുവാൻ പാടുള്ളതല്ല. അത്തരം വസ്തുക്കൾ ഇന്നേ ദിവസം പുതിയൊരു മാസം ആരംഭിച്ച ദിവസം തന്നെ കൊണ്ടുവരുന്നത് ആ മാസം നിങ്ങൾക്ക് അനുകൂലമല്ലാതായി തീരുവാൻ കാരണമായി തീരാം. അതിനാൽ ഇത്തരം ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ 1-ാം തീയതി കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരുന്നതാണ് ശുഭം. മറ്റുള്ളവർ ഉപയോഗിച്ച് മുഷിഞ്ഞതായ വസ്തുക്കൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. കീറിയ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. കീറിയ വസ്ത്രങ്ങൾ തുന്നിയതിനു ശേഷം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അല്ലാതെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുന്നതിനും ലക്ഷ്മി കടാക്ഷം നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും. അതിനാൽ തീർച്ചയായും കീറിയ വസ്ത്രങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നാളെ പ്രത്യേകിച്ചും ഈ കാര്യം ചെയ്യരുത്. ദാരിദ്ര്യമാണ് ഫലമായി വന്നു ചേരുക. തുളസി വീടുകളിലുണ്ട് എങ്കിൽ തുളസിയെ ഒരിക്കലും പറിച്ച് മാറ്റരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഏത് കാരണങ്ങൾ കൊണ്ടാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്യുന്നത് അതീവ ദോഷകരമായി ഭവിക്കാം. നാളെ തുളസിക്ക് ജലം അർപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ തുളസിയെ പറിച്ച് മാറ്റരുത് എന്ന കാര്യം ഓർക്കുക. രാവിലെ നേരത്തെ ഉണർന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് സൂര്യോദയത്തിന് മുൻപായി തന്നെ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാകുന്നു. അതിനാൽ അത് രാവിലെ തന്നെ ഉണരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ നാളെ ഉണർന്ന് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു, നാമജപം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ ആ മാസം മുഴുവൻ ഐശ്വര്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരാം. ശുഭവസ്ത്രം അണിഞ്ഞതിനു ശേഷം ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യത്തിനും പ്രാധാന്യം നൽകണം. കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഇപ്രകാരം ചെയ്യുന്നത് ആ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാൻ സഹായകരമായി തീരും. നാളെ തീർച്ചയായും 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിലും സന്ധ്യാസമയത്തും നാളെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീടുകളിൽ നിറയാം. പ്രത്യേകിച്ചും ഭദ്രദീപം നെയ്വിളക്ക് തന്നെ തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇപ്രകാരം ചെയ്യുന്നത് അത് ആ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാൻ സഹായകരമായി തീരും. മറ്റൊന്ന് ക്ഷേത്ര ദർശനമാണ്. 2 നേരം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ ഏവരും നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നത്, ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ്. അതിരാവിലെയും അഥവാ ബ്രാഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ പകൽ സമയത്തും
രാത്രി സമയത്തും അല്ലെങ്കിൽ സന്ധ്യാസമയത്തും നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ വീടുകൾക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ഇനി പരാമർശിക്കാനായി പോകുന്നത് വീടുകളിൽ ചില വസ്തുക്കൾ കൊണ്ടുവരുന്നത് ശുഭകരമാണ്. ആ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ ആ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ഐശ്വര്യ വർധനവിന് സഹായകരമാണ്. ലക്ഷ്മി കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കും. ആദ്യത്തേതായ കാര്യം, മഞ്ഞ നിറത്തിന് നാളെ പ്രാധാന്യം നൽകുക എന്നതാണ്. ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ധനുമാസത്തിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം നാളെ ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മഹാവിഷ്ണു ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ നിറം കൂടിയാണ് മഞ്ഞ. അതിനാൽ കൂടിയാണ് ഈ കാര്യം ഇപ്രകാരം പരാമർശിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം നാളെ ധരിക്കുക. ഇപ്രകാരം ധരിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും കർമ്മത്തിൽ ഏർപ്പെടുന്നതും അതീവ ശുഭകരമായി ഭവിക്കും. ഉപ്പ് നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരമാണ്. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും വീടുകളിൽ കൊണ്ടുവരുന്നത് മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിന് സഹായകരമാണ്. ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഉപ്പ്. തീർച്ചയായും കൊണ്ടുവരുവാൻ ശ്രമിക്കുക. മധുരം വീടുകളിൽ കൊണ്ടുവരുന്നതും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ സമർപ്പിച്ച് അത് വീടുകളിൽ ഏവർക്കും നൽകുന്നത് ശുഭകരമാണ്. വീട്ടിലെ എല്ലാ അംഗങ്ങളും അത് സേവിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യവർദ്ധനവിന് സഹായകരമാകുന്നു. കൂടാതെ വീടുകളിൽ തന്നെ മധുരം തയ്യാറാക്കുന്നതും അതീവ ശുഭകരമാണ്. മധുര പലഹാരങ്ങൾ തയ്യാറാക്കി വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലം നൽകും. മറ്റൊന്ന് അരിയാണ്. അരി വീടുകളിൽ ഉണ്ട് എങ്കിലും അല്പം കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ്. അത് ആ വീടുകളിൽ സൗഭാഗ്യം, ഐശ്വര്യം, ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. നവധാന്യങ്ങൾ, പണം എന്നിവ വീടുകളിൽ കൊണ്ടുവരുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. നാളെ ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ മന്ത്രജപം നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുന്നതിനും, ഈ മന്ത്രങ്ങൾ ജപിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ നാളെ മുതൽ ജപം ആരംഭിക്കുന്നതും വിശേഷമാകുന്നു. അതിൽ ആദ്യത്തേതായ മന്ത്രം വിഷ്ണു സഹസ്രനാമ പാരായണമാണ്. നാളെ മുതൽ ആരംഭിക്കുന്നത് ശുഭകരമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് പാരായണം ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കേൾക്കുവാനെങ്കിലും ശ്രമിക്കുക. വീടുകളിൽ നാളെ വിഷ്ണു സഹസ്രനാമം മുഴങ്ങുന്നത് അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ സമയത്തും സന്ധ്യാസമയത്തും ഇപ്രകാരം വിഷ്ണു സഹസ്രനാമം വീടുകളിൽ മുഴങ്ങുന്നത് ഏറ്റവും വിശേഷമായി കണക്കാക്കാം. മറ്റൊന്ന് സാക്ഷാൽ പരമശിവന്റെ വിശേഷപ്പെട്ട മന്ത്രമായ ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രമാണ്. പലരും വീടുകളിൽ ജപിക്കുന്നതായ ഒരു മന്ത്രമാണ്. 108 തവണ 108 മുടക്കം കൂടാതെ ജപിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. നാളെ 30 തിങ്കൾ കൂടിയാകുന്നു. അതിനാൽ തന്നെ നാളെ പരമശിവനെ ഭജിക്കുന്നതും ദേവിയെ ഭജിക്കുന്നതും അതീവ ശുഭകരവുമാണ്. അതിനാൽ ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രത്തിനും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക. നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ നാളെ ഭഗവാനും ദേവിക്കും നടത്തുന്നതും അതീവ ശുഭകരമായി ഭവിക്കും. ആ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ദർശനം നടത്തുന്നത് പോലും അതീവ ശുഭകരമായി കണക്കാക്കാം. ഭാഗ്യസൂക്തവും പുരുഷ സൂക്തവും നടത്തുക. ഭാഗ്യസൂക്തം സ്ത്രീകളുടെ പേരിൽ നടത്തുക. പുരുഷ സൂക്തം പുരുഷന്മാരുടെ പേരിൽ നടത്തുക. ആ മാസം നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നത് അതീവ ശുഭകരമായി ഭവിക്കും. ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും ഈ വഴിപാടുകൾ കൂടി നാളെ നടത്തുവാൻ ഏവരും ശ്രമിക്കുക. നാളെ ചില കാര്യങ്ങൾ കൂടി ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അതിൽ ആദ്യത്തേത്, നിങ്ങൾ ഒരിക്കലും നാളെ കലഹിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു. കലഹിക്കുന്നത് വളരെ ദോഷകരമായി ഭവിക്കും. അലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കും. കൂടാതെ നാളെ കുട്ടികളുടെയും സ്ത്രീകളുടെയും മനസ്സ് വിഷമിപ്പിക്കുന്നത് ആ വീടുകളിൽ ഐശ്വര്യം നഷ്ടമാകുന്നതിനോ ലക്ഷ്മി കടാക്ഷത്തിന് കോട്ടം സംഭവിക്കുന്നതിനോ കാരണമായി തീരാം. ഒരിക്കലും നിങ്ങൾ ഇക്കാര്യം ചെയ്യരുത്. നാളെ ഒരിക്കലും കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല.
2 നേരവും വീടുകളിൽ ഏവരും കുളിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ നാളെ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുന്നത് അതീവ ശുഭകരമായി തീരും. നാളത്തെ ദിവസത്തിന് പ്രാധാന്യം ഉള്ളതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ മാസങ്ങൾ നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി മാറുക തന്നെ ചെയ്യും.